നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മച്ചാനെ GFC ചെയ്തിട്ട് ആഫ്റ്റർ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന്. അപ്പം അതിൻ്റെ ഒരു അപ്ഡേഷനുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. GFC ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം, എപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നതെന്നൊക്കെ. എൻ്റെ 6ാമത്തെ സിറ്റിംഗ് ആണ്. മുടിയൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല രീതിയിൽ ഇങ്ങോട്ടൊന്ന് മീര അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാം നല്ല രീതിയിൽ ബേബി ഹെയർ എല്ലാം ആയി, നല്ല രീതിയിൽ ബേബി ഹെയർ ആയി. ഇവിടെ ഫുള്ളി തിക്കായി. എൻ്റെ മൊത്തത്തിൽ ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് ദേ ഇതുപോലൊക്കെ ഇരുന്നതാണ്, കണ്ണാടി പോലെ. അതെ ഇതുപോലെ കണ്ണാടി പോലെ ആയിരുന്നു എൻ്റെ ഹെയർ ഇരുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ എൻ്റെ ഒരു നമ്മുടെ കസിൻ താണ്ട, ഇവന് ചെന്നൈയിൽ 22 ആയിട്ടുള്ള ഏജ് കേട്ടോ. ഇപ്പോൾ തന്നെ നോക്കിയ ഹെയർ ചെന്നൈയിലൊക്കെ പോയിട്ട് കണ്ട വെള്ളത്തിലൊക്കെ കടച്ചാണി വെള്ളത്തിലൊക്കെ കുളിച്ച് മൊത്തം കളഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ബാൾനെസ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങോട്ട് വന്നേ ഈ ഒരു സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശമൊക്കെ നമ്മുടെ മുടി റീകവർ ചെയ്യാൻ പറ്റും. കാരണം അത്രത്തോളം മുടി പോയിട്ടുണ്ട്. ഇവിടെ മൊത്തം ബാൾനെസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒട്ടും ഇല്ല കേട്ടോ. അപ്പം ഞാനും ഇതുപോലൊക്കെ ഇതിൻ്റെ ഒരു 50% കണ്ടീഷനിലായിരുന്നു എൻ്റെ ഹെയർ ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ കെയർ ഇടാണ്ട് ഇവിടെയൊക്കെ നോക്കിയേ, ഇതുപോലായിരുന്നു എൻ്റെ ഫ്രണ്ട് ലെയറൊക്കെ ഇത്രയും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇവിടെ വന്നത്. ഇന്ന് എൻ്റെ 6ാമത്തെ സിറ്റിംഗ് ആണ്. കാരണം എൻ്റെ ഒരു 4ാമത്തെ സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് വന്നു. അപ്പോൾ നമുക്ക് ബ്ലഡ് കൊടുക്കാം അല്ലേ. PRP ഉണ്ട്, GFC ഉണ്ട്. ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്നാണ് GFC എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ആണ് PRP വരുന്നത്. അപ്പം PRP ആണോ നല്ലത് അതോ GFC ആണോ നല്ലത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ GFC ആണ് കൂടുതലും നമുക്ക് റിസൾട്ട് പെട്ടെന്ന് തരുന്നത്. GFC ആണ്. ഇത് എത്ര സിറ്റിംഗ് ചെയ്യണം, എങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം, അതുപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. അതിൽ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പോർഷൻസ് എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ GFCക്ക് വേണ്ടി അത്രയും ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ഇത് എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യണോ ഇനിയിപ്പോൾ? 45 മിനിറ്റ്. അതിനകത്ത് ഗ്രോത്ത് ഫാക്ടർ ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ തലയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതുമല്ല, ഇനി നമുക്ക് കുറേ ഡൗട്ട്സുകൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. താടി ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, മീശ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കുറേ ഡൗട്ട്സുകൾ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ പ്രൈസ് റേഞ്ച് എത്രയാണ്. അപ്പോൾ ഡോക്ടറിനെ നമുക്ക് മീറ്റ് ചെയ്യണം, ഡോക്ടറിനെ നമുക്ക് കാണാം. ഇവർ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇത് ട്യൂബിലൊക്കെ ഇട്ടെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. ഡോക്ടറാണ് നമുക്ക്, സർജനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. 2 ട്യൂബിലായിട്ടാക്കും. ഓക്കെ, ഷേക്ക് ചെയ്യും. ഇവിടെ ചെയ്ത ഒരുപാട് പേരുടെ റിസൾട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞാൻ വന്നത്. ഞാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അത്യാവശ്യം നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെല്ലത്തുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ചെയ്ത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അവനിപ്പോഴും നല്ല രീതിയിൽ ഹെയർ ഉണ്ട്, നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. അവനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് GFC ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നത്തോടെ എനിക്ക് GFC നിർത്താവോ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും പരിചയപ്പെട്ട നമ്മുടെ സ്വന്തം ഡോക്ടർ അഞ്ജലി ഡോക്ടർ, എന്ത് സുഖമല്ലേ? എന്തായാലും ഞാൻ ബ്ലഡ് എല്ലാം സിസ്റ്റേഴ്സ് എടുത്തു. അടിപൊളി. എല്ലാവരും ഭയങ്കര അഭിപ്രായമാണ്, എല്ലാവരും നല്ല ഫീഡ്ബാക്ക് ആണ് പറയുന്നത്. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. സ്പെഷ്യലി എൻ്റെ റിസൾട്ട് അടിപൊളി. ഡോക്ടർ, ആദ്യം ഞാനൊരു എന്താ പറയുക, ഒരു 3 സിറ്റിംഗ് കഴിഞ്ഞപ്പോഴും ഞാൻ ഡോക്ടറിനോട് പരാതി പറയായിരുന്നു. ഡോക്ടറെ, ഒരു റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, കൊഴിയുന്നു. നൗഫൽ ഒന്ന് സമാധാനപ്പെടും, നൗഫൽ നീ നാട്ടം എന്ന് പറഞ്ഞിട്ട് എന്നെ സമാധാനപ്പെടുത്തി. അതിൻ്റെ റിസൾട്ട് വരും, നീ ഒരു 4ാമത്തെ സിറ്റിംഗ് കൂടെ കഴിയുമ്പോൾ നിനക്ക്. 3ാമത്തെ സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ 4ാമത്തെ സിറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റിസൾട്ട് വന്നു. അപ്പോൾ 4ാമത്തെ സിറ്റിംഗ് ആയപ്പോൾ എനിക്ക് ഒരു റിസൾട്ട് എനിക്ക് നല്ല രീതിയിൽ വന്നു തുടങ്ങി. അപ്പോഴാണ് ബേബി ഹെയർ എല്ലാം കണ്ടു തുടങ്ങി. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാനല്ലേ. എസ്പെഷ്യലി ഹെയർ ഫോൾ ആയിരുന്നു നൗഫൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഈവൻ ഫോട്ടോസ് അയച്ചു, ഡോക്ടർ ഇത്ര എന്റെ ഫുഡ് ചാർട്ട് വരെ ഡോക്ടർ ചോദിച്ചു ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കുന്നത്. ആ ഫുഡ് കറക്റ്റ് ടൈമിന് ഞാൻ ഫോട്ടോസ് വരെ ഡോക്ടറിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്ര കെയർ ചെയ്ത് നല്ല രീതിയിൽ ഡോക്ടർ ഇപ്പം നല്ല തിരക്കായി. ഇപ്പൊ നല്ല തിരക്കായി. അതുപോലെ നമ്മളെ പുതിയ ക്ലിനിക്ക് വരാൻ പോയാണ്. അപ്പൊ പുതിയ ക്ലിനിക്കിന്റെ വീഡിയോ വരുമ്പോൾ നമുക്ക് ഓഫർ ഒക്കെ തരുമോ? എന്തായാലും എല്ലായിടവും നോർമലി എല്ലായിടവും 8,000 ആണ്. നമ്മളുടെ വീഡിയോ വഴി വരുന്നവർക്ക് 5,000 ഉള്ളൂ ഇവിടെ GFC ചെയ്യാൻ. അതുപോലെ എത്രയാണ് നമുക്ക് PRP വരുന്നത്? 3,500. പിന്നെ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ സർജൻ, അതായത് എസ്തെറ്റിക് സർജൻ പോലുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ ചെയ്യണം. ശ്രദ്ധയോടെ അത് അറിയാവുന്നവരെ കൊണ്ട് തന്നെ നമ്മളുടെ ഹെയറിൽ എന്തെങ്കിലും. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്തായാലും ഞാനിപ്പം ബ്ലഡ് കൊടുത്തു. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് വന്നിട്ട് നമുക്ക് ജസ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ. എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഇവർക്കും കാണും. അപ്പൊ ചെയ്യുന്ന സമയത്ത് എല്ലാം ചോദിക്കാം, അതല്ലേ നല്ലത്? ഓക്കെ. ആണ് നമ്മളെ GFC മെഷീനിലേക്ക് നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ നമുക്ക് PRPക്ക് വേറെ മെഷീൻസ് ഉണ്ട്, GFCക്ക് പ്രത്യേക മെഷീൻസ് ഉണ്ട്. ഓപ്പോസിറ്റ്. ഓക്കെ.
അതായത് ഓരോരുത്തരുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യും അല്ലേ? പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് ചെയ്യാനായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വെക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് നമ്മളിത് ക്ലോസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കും. അത് റെഡി ആയി 10 മിനിറ്റ്സ് എടുക്കില്ല. ഇത് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ചങ്ങനാശ്ശേരി ലായിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവല്ല പോണ റൂട്ട് ഇടിഞ്ഞില്ലത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ലായിക്കാട് വരുന്നത്. അപ്പൊ ലായിക്കാടാണ് നമ്മുടെ ഹെയർ ക്രാഫ്റ്റ് വരുന്നത്. അപ്പോൾ ഹെയർ ക്രാഫ്റ്റിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റും അതുപോലെ GFCയും PRPയും അതുപോലെ മീശയും താടിയും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് 10ാമത്തെ ദിവസം വന്നാണ് വാഷിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുക. ഓ, വാഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 10ാം ദിവസം വരണം. ഫസ്റ്റ് സെറ്റിങ് കഴിഞ്ഞിട്ട് ബ്രോയ്ക്ക് എങ്ങനെയുണ്ട്? എല്ലാ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. ഓക്കെ ഓക്കെ. സാറ്റിസ്ഫൈഡ് ആണോ ഇവിടെ നിന്ന് ചെയ്തിട്ട്? സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ 10 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ക്ലീനപ്പ് ആണല്ലേ? അതെ അതെ അതെ. ഓക്കെ. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുമോ എങ്ങനെയാണ് ഇതിനകത്ത്? അതെ, ഇതിന്റെ ഗ്രോത്തും കാര്യങ്ങളും, അതായത് നമ്മൾ വെച്ചുപിടിപ്പിച്ച മുടി കറക്റ്റ് ആയിട്ട് സ്കിന്നുമായിട്ട് അറ്റാച്ച്മെന്റ് ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 10 ദിവസത്തേക്ക് തല കുളിക്കാൻ പറ്റില്ല. ഇന്ന് മുതൽ ഇദ്ദേഹത്തിന് തല ഹെഡ് വാഷിംഗ് ഒക്കെ പോസിബിൾ ആണ്. നോർമലി നമ്മൾ തല കുളിക്കുന്നത് പോലെ തന്നെ ഇനി നാളെ തൊട്ട് കുളിക്കാൻ പറ്റും. ഇന്ന് ഈവനിങ് വീട്ടിൽ ചെന്ന ഉടനെ തന്നെ തല കുളിക്കാൻ പറ്റും. ഓക്കെ, തല കുളിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ നമുക്ക് ഈ ഹെയർ ഫിക്സിങ്ങിന്റെ ഈ ടൈമിലുള്ള ചാർജസ് മാത്രമല്ലേ നമുക്ക് വരുന്നുള്ളൂ? ആഫ്റ്റർ ദിസ് 10 ഡേയ്സ് പിന്നെ ക്ലീനപ്പ് അങ്ങനെ ചാർജസ് വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല, ക്ലീനപ്പ് ഒന്നും ചാർജസ് ഒന്നുമില്ല അല്ലേ? ഓക്കെ ഓക്കെ. ഓ, അപ്പൊ ഇപ്പൊ അവിടെ എല്ലാം ഹെയർ ആയി. ഹെയർ ആയി വരുന്നതാണ്. അവിടെ എല്ലാം ഹെയർ ആയി കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ എല്ലാം ഹെയർ ആയി. അപ്പൊ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് ക്ലീനപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇത്രയും ഹെയർ ആയിരിക്കും. ഈ ഹെയർസ് എല്ലാം കൊഴിഞ്ഞു പോകും. അപ്പൊ ഞാൻ എത്ര ഗ്രാഫ്റ്റ് ആണോ പ്ലേസ് ചെയ്തിട്ടുള്ളത് അത്ര എണ്ണം കൊഴിഞ്ഞു പോകും. പിന്നെ നിങ്ങൾ എങ്ങനെയാണോ എൻ്റെ അടുത്ത് വന്നത്, അതായത് എങ്ങനെയാണോ ബാൾനെസ് ഉണ്ടായിരുന്നത് അതേ സ്റ്റേജിലേക്ക് തന്നെ വിത്തിൻ 1 മന്തിൻ്റെ ഉള്ളിൽ ആവും. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിയുമ്പോഴാണ് റീഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ഇനീഷ്യൽ ഗ്രോത്ത് എന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് ബേബി ന്യൂ ബോൺ ബേബീസിന്റെ ഒക്കെ ഹെഡ് തലമുടിയില്ലേ, അതുപോലെ കട്ടി കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ ബേബി ഹെയർ സ്ട്രെങ്ത്തിലാണ് ഫസ്റ്റ് മുടി വരിക. അത് പതിയെ കട്ടി വെച്ച് 8 മാസം മുതൽ 13 മാസം വരെയാണ് നമ്മൾ ഇതിന്റെ ഒരു ഫുൾ ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ വെച്ചത് കൊഴിഞ്ഞു പോകും. അതെ അതെ, കൊഴിഞ്ഞു പോകും. എന്നിട്ട് വീണ്ടും നമുക്ക് റീഗ്രോത്ത്. അതെ, റീഗ്രോത്ത്. അതായത് കൊഴിഞ്ഞു പോകുന്ന ഈ എക്സ്റ്റേണൽ ഈ പുറമെ കാണുന്ന ഈ മുടികൾ മാത്രമേ കൊഴിഞ്ഞു പോകുന്നുള്ളൂ. നമ്മൾ സ്കിന്നിന്റെ ഉള്ളിലേക്കാണ് ഗ്രാഫ്റ്റ് റൂട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ റൂട്ടിൽ നിന്നാണ് പുതിയ മുടി ഉണ്ടായിട്ട് വരേണ്ടത്. അതായത് നമ്മൾ വെക്കുന്ന റൂട്ട് അവിടെ ഉണ്ടാവും. അതെ അതെ. ഓക്കെ. അപ്പം നമുക്ക് നോർമലി ഇപ്പൊ ഈ ഒരു കഷണ്ടിയിലേക്ക് കടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൂട്ട് ഉൾപ്പെടെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന പുതിയ റൂട്ടിനെ അവിടെ നട്ടുപിടിപ്പിക്കുകയാണ്. അതിനുശേഷമാണ് നമുക്ക് ഇപ്പൊ ഈ ഒരു സെക്ഷൻ മൊത്തം ചെയ്തല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ സെൻട്രൽ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചു പോയിട്ടുണ്ട്. ഇനി വീണ്ടും അടുത്ത സെക്ഷനിൽ ഒരു 6 മന്ത്സ് കഴിയുമ്പോഴേക്ക് നമുക്ക് വീണ്ടും കുറച്ച് ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ GFC കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും ഇദ്ദേഹത്തിന്റെ ഡോണർ ഏരിയ, അതായത് തലയുടെ പുറകുവശത്തുള്ള മുടി വീണ്ടും സ്ട്രെങ്തൻ ആവും. അതെ. എന്നിട്ട് ആ ഹെയർസ് വീണ്ടും എടുത്തിട്ട് നമ്മൾ റിമൈനിങ് സെഷൻസിലേക്ക് പ്ലാൻ ചെയ്യും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ക്ലീനപ്പ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ. ആദ്യത്തെ ഡോക്ടർ, ഇപ്പൊ നമ്മൾ 6ാമത്തെ സിറ്റിംഗ് ആണ്. എങ്ങനെയുണ്ട് ഇപ്പം ഡോക്ടറിന് തന്നെ എങ്ങനെ വ്യത്യാസം തോന്നുന്നു? എങ്ങനെയുണ്ട്? ഓക്കെ. അതായത് ഈ ഫ്രണ്ട് ഏരിയയിൽ കണ്ടോ നല്ലപോലെ ബേബി ഹെയർസ് ഗ്രോത്ത് ആയത് കണ്ടോ? നല്ലപോലെ ഗ്രോത്ത് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നൗഫൽ ഫസ്റ്റ് ടൈം വന്നപ്പം എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കംപ്ലൈന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഹെയർ ഫോൾ ആണ്. അതായത് നൗഫലിന്റെ പ്രൊഫഷൻ ആ ഒരു വയസ്സ് അങ്ങനെയാണല്ലോ, നല്ല സ്ട്രെസ് ആണ്, ട്രാവലിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് കംപ്ലൈന്റ് അതായിരുന്നു. അതൊരു 3-4 സിറ്റിംഗ് ആയപ്പോഴേക്കാണ് അത് കൺട്രോൾഡ് ആയത്. അതുകൊണ്ടാണ് അത്ര നമ്പർ ഓഫ് സിറ്റിംഗ് എടുക്കാനും പറയുന്നത്. 6th സിറ്റിംഗ് അല്ലേ? ഓക്കെ. അപ്പൊ അതിനെ കണ്ടില്ലേ ഈ ഗ്രോത്ത്. ഇനി ഇത് പതിയെ നല്ലപോലെ ലെങ്ത് ആയിട്ട് ഈ ഒരു ലെങ്ത്തിന്റെ അതേ ക്വാളിറ്റിയിലേക്ക് പതിയെ മാറും. സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ. അപ്പൊ ഞാൻ ഇനി ചോദിക്കാൻ വന്ന സംശയം വിട്ടുപോയല്ലോ. 6 സിറ്റിംഗ് കൊണ്ട് എനിക്ക് ഇനി ഇപ്പൊ നിർത്താവോ? നിർത്തണ്ട. എന്താ വെച്ചാൽ നൗഫലിന്റെ പ്രൊഫഷൻ വൈസ് പേഴ്സണൽ അഡ്വൈസ് ആണ്. ഒരു 3 മന്ത്സോ അല്ലെങ്കിൽ 6 മന്ത്സോ ഗ്യാപ്പില് വീണ്ടും വന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ വെച്ചാൽ ഒരുപാട് ട്രാവൽ ചെയ്യുന്നതാണ്, സ്ട്രെസ് കൂടുതലൊക്കെ ഉള്ള ഫീൽഡ് ആവുമ്പോൾ നമ്മള് കുറച്ച് അതായത് ഇനി വേണമെങ്കിൽ എനിക്കൊരു 6 മാസത്തിനിടയ്ക്ക് ചെയ്താൽ മതി. പക്ഷെ നിർബന്ധമില്ല. ഇൻ കേസ് ഹെയർ ഫോൾ അങ്ങനത്തെ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് വന്നിട്ട് കാണിക്കണം. ഓക്കെ. അതായത് എല്ലാവരുടെയും ഡൗട്ടാണ്, നമ്മൾ ഇത് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഈ 6 സിറ്റിംഗിലൊന്നും ഇത് നിൽക്കില്ല, എപ്പോഴും ലൈഫ് ഇതൊരു മെയിൻ്റനൻസ് തെറാപ്പിയാണ്. അതായത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ ബെറ്റർ റിസൾട്ട്. പിന്നെ നമ്മൾ മുടി തീരെ കെയർ ചെയ്യാതിരുന്നാൽ മുടിയുടെ ക്വാളിറ്റി വീണ്ടും കുറഞ്ഞു വരും. അത് എവറി 6 മന്ത്സ് ഒക്കെ ചെയ്യുന്നത്
വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ GFCയിൽ മാത്രമല്ലല്ലോ ശ്രദ്ധിക്കേണ്ട, നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം, ഡയറ്റ് അത് ഡേറ്റ്സ് കഴിക്കണം, നല്ല സമയത്തിന് ഉറങ്ങണം, പിന്നെ നമ്മളെ ഫുഡിൽ നട്ട്സ് ഒക്കെ ആഡ് ചെയ്യണം. പഠിച്ചല്ലോ, എല്ലാം ഞാൻ പഠിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചോദിച്ചാൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. GFC കുറിച്ച് കേട്ടോ, ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് നമുക്ക് ഡോക്ടറിനോട് ചോദിക്കും. 3rd സിറ്റിംഗ് കഴിയുമ്പോൾ എനിക്ക് ഒരു അത്യാവശ്യം ഹെയർ ഫോൾ ഉണ്ടായിരുന്ന ഒരു ടൈമിൽ, തേർഡൊക്കെ അപ്പൊ ഒരു ഹെയർ ഫോൾ വീണ്ടും എനിക്ക് തോന്നി തുടങ്ങിയായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് 2 സിറ്റിംഗ് അടുപ്പിച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മളൊരു 15 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു വട്ടം ചെയ്തു. അതിനുശേഷം എനിക്ക് മുടി കൊഴിച്ചിലേ തീരെ കുറവായി. അതെന്താ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ചെയ്യാന്നുകൊണ്ട് വല്ല ഗുണമുണ്ടോ? നമ്മൾ ഈ 15 ദിവസം ഗ്യാപ്പിൽ 10 ദിവസം ഗ്യാപ്പിലൊക്കെ അടുപ്പിച്ച് GFC ചെയ്യുന്നത്? ഗ്യാപ്പ് മാത്രമല്ല, ഞാൻ ഡയറ്റിന്റെ കാര്യവും നന്നായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ബോഡിയിൽ നിൽക്കുന്ന പ്ലാസ്മ, ബ്ലഡിൽ നിൽക്കുന്ന പ്ലാസ്മയാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി കൂട്ടിയെടുക്കാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മെഡിസിൻസും തന്നിട്ടുണ്ട്, ബയോട്ടിൻ സപ്ലിമെന്റ്സ് തന്നിട്ടുണ്ട്. അതേപോലെ ഫുഡ് ഹാബിറ്റും നല്ലതുപോലെ കൺട്രോൾ ചെയ്യാൻ, ഡയറ്റൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ 15 ഡേയ്സ് ഗ്യാപ്പ് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ചേഞ്ചസ്, അതായത് ഫസ്റ്റ് 3 സിറ്റിംഗ്സ് ചെയ്തു, പിന്നെ ഇതൊന്ന് പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 15 ഡേയ്സ് 10 ഡേയ്സ് ഗ്യാപ്പിലൊക്കെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഓരോ ആൾക്കാരുടെ ഹെയർ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മളത് സജസ്റ്റ് ചെയ്യാറുള്ളത്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ നൗഫലിൽ നല്ല ചേഞ്ചസ് ഉണ്ട് കേട്ടോ. എന്റെ ചാരട അങ്ങനെയുണ്ട്, മൈൽഡ് ഡാൻഡ്രഫ് കുറയാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. അത് ആന്റി ഡാൻഡ്രഫ് ഷാമ്പു കുറേ ഡൗട്ട്സ് ചോദിക്കാനുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെയും വീട്ടിൽ മക്കളുണ്ടാവും, കുട്ടികളുണ്ടാവും, സ്കൂളിൽ പോകുന്നവരായിരിക്കും, തറച്ചു പെയിനായിട്ട് വരും. എൻ്റെ മോൻ്റെയൊക്കെ മുടിയൊന്ന് ചീവിട്ട് കഴിഞ്ഞാൽ ഒരു കുന്നു പേനെ കാണാൻ പറ്റും. അതുപോലെ അവർക്കും ചാരണങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, ഡാൻഡ്രഫിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മെയിൻലി പേഴ്സണൽ ഹൈജീൻ ആണ് മസ്റ്റ്. അതായത് നല്ലപോലെ കുട്ടികളാകുമ്പോൾ അറിയാലോ, നല്ലപോലെ കളിച്ചും വേർപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ വീട്ടിൽ വന്നിട്ട് എപ്പോഴും ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് ഹെഡ് വാഷ് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. ബേബി ഷാമ്പു യൂസ് ചെയ്യാം, ബേബി ഷാമ്പു മതി, ബേബി ഷാമ്പു കുട്ടികൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ പോവാനായിട്ട് എന്താ മെഡിസിൻസ് യൂസ് ചെയ്യാം? അത് അവരുടെ നോക്കണം എങ്ങനെയൊക്കെയാ ഉള്ളത്. ഹെയർ എന്റെ കുട്ടികളുടെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ കുട്ടികൾക്ക് ഏതാണ് യൂസ് ചെയ്യേണ്ടത്? മെഡിലൈസ് പറഞ്ഞിട്ട് ഞാൻ അന്ന് റെക്കമെൻഡ് ചെയ്തു. മെഡിലൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷാമ്പു യൂസ് ചെയ്താൽ മതി അല്ലേ? അതൊരു ആഴ്ചയിൽ 2 തവണ. വേദന എങ്ങനെയുണ്ട്? വേദന ഒന്നും കുഴപ്പമില്ല, ഡോക്ടർ ചെയ്യുമ്പോൾ ഒന്നും അറിയുന്നില്ല, അതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അറിയത്തൂല്ല, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ പോയി ഓർമ്മിപ്പിക്കില്ലേ പ്ലീസ്. ഓക്കെ, ഹെയർ ട്രാൻസ്പ്ലാന്റ് എത്ര ചാർജസ് വരുന്നത്? 2 മെത്തേഡിൽ ഞാൻ ഇവിടെ ചെയ്യാറുണ്ട്. ഒന്ന് നീഡിൽ മെത്തേഡും നെക്സ്റ്റ് വൺ ഇസ് പെൻ മെത്തേഡ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ് പെൻ മെത്തേഡ്. അതെ, നീഡിൽ മെത്തേഡിന്റെ ചാർജസ് പെർ ഗ്രാഫ്റ്റ് 17 ആണ്. 17 ആണ്. യെസ്, ആൻഡ് പെൻ മെത്തേഡ് കഴിഞ്ഞ വട്ടം എനിക്ക് 15 ആയിരുന്നു തന്ന. എന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് 15 കൊടുക്കാമല്ലോ. അപ്പൊ നമ്മുടെ 17 ആണ് ഇപ്പൊ പ്രസന്റ്ലി ഇവിടെ ചാർജ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ മച്ചാമാര് ചങ്കുകൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഡോക്ടർ 15 ചെയ്തു തരും. അപ്പൊ പെൻ മെത്തേഡിൽ 25 അല്ലേ? അതിലെന്ത് കുറയ്ക്കും പ്ലീസ്? കുറയ്ക്ക്, അഡ്വാൻസ് ടെക്നോളജിയാണ് നമുക്ക്. അഡ്വാൻസ് ടെക്നോളജിയാണ്, അതുകൊണ്ട് തന്നെ കുറയ്ക്കലും പറഞ്ഞാൽ പാവം മുടി ഇല്ലാത്തവർക്ക് വിഷമം മനസ്സിലാവും. ഇല്ല, നമ്മള് കൺസിഡർ ചെയ്യാം, എന്തായാലും ചെയ്യാം. ഡിസ്കൗണ്ട് കൊടുക്കും എന്റെ വ്യൂസ് ഒന്ന് കൊടുക്കും, കിട്ടും കേട്ടോ, ചോദിച്ചേക്കണേ. ഓക്കെ, മെയിൻലി നമുക്ക് വേണ്ട റിസൾട്ട് ആണ്. നമ്മൾ കുറേ പൈസ കൊണ്ടുപോയി ഇപ്പം ഈ പലയിടത്തും ഓഫറുകളൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ട് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് വന്നില്ലെങ്കിൽ തേഞ്ഞ് അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ താഴെ ഒരാളെ ഞാൻ ഇപ്പം ജസ്റ്റ് കണ്ടിരുന്നു, പുള്ളിയുടെ ഇപ്പം ഹെയർ വാഷിങ്ങിന് വന്നെന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും ഇല്ലേ? പോകാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ ഒരു ഈവൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത അന്ന് തന്നെ പേഷ്യന്റിന് സെൽഫ് ഡ്രൈവ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റും. പോയിട്ട് പിന്നെ എത്ര ദിവസം കഴിഞ്ഞ് പിന്നെ വരണം? 10th ഡേ, 10ാമത്തെ ദിവസമാണ് വീണ്ടും തിരിച്ചു വരേണ്ടത്. വരുമ്പോഴാണ് ഈ വാഷിംഗ് പ്രോസസ്. അതെ, ക്ലോട്ട് റിമൂവൽ എന്ന് പറയും, ഹെഡ് വാഷ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിസ്സായിട്ടുള്ള ഒരു കാര്യം, മീശ നമ്മൾ എവിടെ നിന്ന് എടുത്ത് വെക്കുന്ന? ഹെഡിന്റെ ബാക്ക് സൈഡ് തന്നെ, തലയുടെ പുറകിൽ നിന്ന് അവിടെ തന്നെയാണ് എടുക്കുന്നത്. അത് അതേ ക്വാളിറ്റി ഉള്ള ഹെയർ നമ്മൾ നോക്കിയിട്ട്. ഞാൻ ഈ മീശയൊക്കെ ഈ തൊഴിൽ മുടിയിൽ നിന്ന് എടുത്ത് ഇവിടോട്ട് വെച്ചെന്ന് വെച്ചു, അപ്പൊ എന്റെ ഒക്കെ ഇങ്ങനെ ഇതുപോലത്തെ മീശയായി പോയില്ലേ? അങ്ങനെയല്ല, നമ്മൾ അത് നോക്കും, ഇങ്ങനെ ക്വാളിറ്റി ബേസ് ഒക്കെ നോക്കിയിട്ടാണ് എടുക്കുള്ളൂ. അതുപോലെ ഇവര് പലരും ചോദിക്കാറുണ്ട്, മച്ചാൻ സ്ട്രൈറ്റൺ ചെയ്തതാണോ മുടി? എന്റെ പൊന്നോ, സ്ട്രൈറ്റൺ ഒക്കെ പോയി ചെയ്ത് കഴിഞ്ഞാൽ തേഞ്ഞ് മുള്ള മുടിയും കൂടെ പോകുന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. സ്ട്രെയിറ്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ മുള്ളമുടിയായിരുന്നു ഡോക്ടറെ പണ്ടേ. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ എല്ലാരും കളിയാക്കിടാ മുള്ളം വന്നി മുള്ളാന്ന് വിളിച്ചിട്ട്. പണ്ട് അത് ഫ്രീക്ക് അല്ലായിരുന്നു. ഇപ്പൊ മുള്ളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഭയങ്കര ഫ്രീക്കായി. പണ്ടത് ഫ്രീക്കല്ല ഞാൻ പഠിക്കുന്ന സമയത്ത്. ഇപ്പൊ എന്തായാലും ഇത് വളർന്നപ്പോഴാണ് എനിക്ക് ഈ ലോങ് ഹെയർ ആയത്. നമുക്ക് മീശയും താടിയും വെക്കുന്നതിന് എങ്ങനെയാണ്? മൊസ്റ്റാഷും ബിയർഡൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. നമ്മുടെ ഫേസിലെ സ്കിൻ ആണ്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എക്സാമിൻ ചെയ്തിട്ടേ ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ.
അപ്പൊ ചുമ്മാ അതിന്റെ പോസ്റ്റ് കെയർ അങ്ങനെ തന്നെയാണ്. 10 ദിവസത്തേക്ക് കഴിഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്യാൻ വരേണ്ടത്. 10 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചെയ്ത അത്രയും ഭാഗത്ത് ആ ഒരു ലെങ്ത്തിൽ ഹെയർ വന്നിരിക്കും. PRP ആണോ അതോ GFC ചെയ്യുന്നതാണോ കൂടുതൽ? എന്തുകൊണ്ടാണ് PRP സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ GFCയിലേക്ക് സജസ്റ്റ് ചെയ്യുന്ന ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, എങ്ങനെയാണ്? PRP പറഞ്ഞത് കറക്റ്റ് ഫോളോ അപ്പ് വേണം. കറക്റ്റ് 21 ഡേയ്സ് ഗ്യാപ്പിൽ മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം PRP. GFC ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഡേറ്റ് ഫ്ലക്ച്വേഷൻസ് വന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ GFCന്റെ അകത്ത് കുറച്ച് മെഡിസിനും കൂടി മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നോർമൽ PRPനെക്കാട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് GFCയിൽ കിട്ടുന്നുണ്ട്. ഏതൊരു ട്രീറ്റ്മെന്റിനും കുറച്ച് പഴയ മെത്തേഡ് ഉണ്ടാവും, അതിന്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ഉണ്ടാവുമല്ലോ. അതിന്റെ PRPന്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ് GFC എന്ന് പറയുന്നത്. അതുപോലെ ഇനി ലേഡീസിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം ലേഡീസിനും പൊതുവേ ഹെയർ ഫോൾ ഉണ്ട്. അതുപോലെ അവർക്കും ഈ ഒരു അല്ല എന്തോ ഒരു ടങ് ഫ്ലുവൻസ് കിട്ടുന്നില്ല, നെറ്റ് കെയർ അത് വരുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യാം അവർക്ക്? ലേഡീസിന് ഇതേ ട്രീറ്റ്മെന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ പൊതുവെ ഫീമെയിൽ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോണൽ കോംപ്ലക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് നോർമൽ മെയിൽസിനെക്കാട്ടും കുറച്ചും കൂടി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യാറ്. ഫീമെയിൽ പാറ്റേൺ ആണെങ്കിലും ചിലർക്ക് നല്ലതുപോലെ നെറ്റി വരാറുണ്ട്. അപ്പൊ അവർക്കും നമ്മൾ ഇതേപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്ത് സക്സസ്ഫുൾ റിസൾട്ട് ഉള്ളതാണ്. എല്ലാം ഡൗട്ട് അല്ല, ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ഒരു ഫസ്റ്റ് സിറ്റിങ് കഴിഞ്ഞു, സെക്കൻഡ് സിറ്റിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബ്ലഡ് റിസൾട്ട് എടുത്തു. എൻ്റെ തൈറോയിഡ് ചെക്ക് ചെയ്തു, അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തു. എൻ്റെ പൊന്നെ, എൻ്റെ വൈറ്റമിൻ ഡി ഒട്ടും ഇല്ലായിരുന്നു. ഇല്ലേ? ഇല്ലായിരുന്നു. അതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ കാരണങ്ങൾ എൻ്റെ ഹെയർ ഫോളിൻ്റെ, അല്ലേ? അതുകൊണ്ടാണ് പ്രൊഫഷണൽ ഗൈഡൻസിൽ തന്നെ എല്ലാ ട്രീറ്റ്മെന്റ്സും ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. നിങ്ങളിപ്പോൾ യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് കാണാൻ പറ്റും, ഓഫറും കാണാൻ പറ്റും. ഓഫറും. അപ്പം അങ്ങനെയൊന്നും പോവാതിരിക്കുക. അത് നെഗറ്റീവ് എഫക്റ്റേ ഫ്യൂച്ചറിൽ ഉണ്ടാക്കും. ഇവിടുത്തെ കോൺടാക്ട് നമ്പേഴ്സ് ഒക്കെ എനിക്ക് വീഡിയോയിൽ കൊടുക്കാം. ഡോക്ടറിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് വിളിക്കാം, കിട്ടിയ ഭാഗ്യം. ഞാൻ നമ്പറുകൾ കൊടുക്കാം, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ അതിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ നമ്പർ തരാം, ജസ്റ്റ് ചോദിച്ചാൽ മതി. അപ്പോൾ ഇത് സ്ഥലം എവിടെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളെ ലായിക്കാടാണ്. ആ സ്ഥലത്തിനൊരു പേരുണ്ടല്ലോ, ഈ വായിക്കൊള്ളാത്ത പേരൊക്കെ. അതിൻ്റെ അപ്പുറത്ത് ഇടിഞ്ഞില്ലം. ഇടിഞ്ഞില്ലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ലായിക്കാട്. അതായത് ചങ്ങനാശ്ശേരി ഇവിടെ തളിപ്പറമ്പ് റൂട്ടില്ലേ? എന്തായാലും തേനിയല്ല, ചങ്ങനാശ്ശേരി. ഒരാൾക്കും പോയില്ല, സ്വന്തം സ്ഥലക്കാർക്ക് പേര് പറഞ്ഞു ഭയങ്കര നമ്മൾ കൺഫ്യൂസ് ആക്കുന്നത്. ചങ്ങനാശ്ശേരി തിരുവല്ല റൂട്ടാണ്. സഹദിൻ്റെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സഹദിൻ്റെ ഫസ്റ്റ് കുത്താണ്. ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ചെറുക്കൻ. ഓക്കെ. ഈ വൈബ്രേറ്റർ ഇത് വെക്കുന്നതുകൊണ്ട് കുറച്ച് പെയിൻ കുറവായിരിക്കും അല്ലേ? അറിയാൻ പറ്റത്തില്ല അത് ഇരിക്കുമ്പോൾ. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ പെയിൻ ഒന്നും പറയാറ്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. അടിപൊളി റിസൾട്ട് ആയിരുന്നു. താങ്ക്സ് എ ലോട്ട്. ഞാൻ എന്തായാലും 6 മാസം കൊണ്ട് കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്ത് പോയി 6ാമത്തെ സിറ്റിംഗിൽ നിർത്തുകയാണ്. വരികയാണെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഹെയർ റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ എന്റെ നമ്പർ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും. നമ്പർ നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല. ഞാൻ എപ്പം ഹെയർ ലോസ് എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട് വന്നു. അപ്പോൾ ഓരോരുത്തരുടെ ശരീരഘടന കാര്യങ്ങളൊക്കെ അനുസരിച്ച് റിസൾട്ടുകളിലൊക്കെ വ്യത്യാസങ്ങൾ വരാം. എന്തായാലും ഈ ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു കണ്ടന്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ തോന്നി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയ വിശേഷങ്ങളും പുത്തൻ വീഡിയോമായി കാണുന്നവരെ ക്യാമറാമാൻ അമീനോടൊപ്പം ഇറ്റ്സ് മീ നൗഫൽ ആൻഡ് അഞ്ജലി ഡോക്ടർ സൈനിങ് ഓഫ്. ബൈ. ക്യാമറാമാൻ അമീനെ കണ്ടിട്ട് ആദ്യം ഡോക്ടർ ചോദിച്ചത് കുളിക്കാറില്ലേന്ന്. ഡോക്ടറിന് എങ്ങനെ മനസ്സിലായി കുളിക്കത്തില്ലെന്ന്? ഇതിന് ഹെൽമെറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ സ്റ്റൈൽ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് എനിക്കും അറിയാം.